വന്ദേ മാതരം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറുകയാണ്. നരേന്ദ്രമോദിയുടെ മൂന്നാമത് ഭരണം തുടങ്ങുമ്പോൾ ലോകസഭയിൽ കേവലം 240 സീറ്റ് മാത്രം ഉണ്ടായിരുന്നു. NDA കൂടെ ചേർന്ന് കഴിയുമ്പം 293 സീറ്റ്. കേവല ഭൂരിപക്ഷമുണ്ട്, പ്രശ്നമൊന്നുമില്ല. 271 കേവല ഭൂരിപക്ഷമാവും. പക്ഷെ ഇന്നത് 3/2 ഭൂരിപക്ഷത്തിലേക്ക് ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ലോക്സഭയിലെ സംഖ്യാബലം വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ചില കോണിൽ നിന്ന് ചില വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അതായത് തൃണമൂൽ പോലൊരു പാർട്ടിയിലെ 28 ലോക്സഭാംഗങ്ങളിൽ 20 പേരും രാഷ്ട്രീയമായ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുമ്പം ജനാധിപത്യം അതിനെയല്ലേ ശരിയാണെന്ന് പറയേണ്ടത്. ഇവിടെ പറയുന്നത് അങ്ങനല്ല. അല്ലെങ്കിൽ ശിവസേനയുടെ 9 ലോക്സഭാംഗങ്ങളിൽ 6 പേരും ഞങ്ങള് ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞ ബാലാസാഹബ് താക്കറെയുടെ രാഷ്ട്രീയ ചിന്തയിൽ നിന്ന് വേറിട്ട് മാറിപ്പോയ ഉദ്ധവ് താക്കറയുടെ കൂടെ നിൽക്കാൻ ഇനി തയ്യാറല്ല. വീരവിനായക ദാമോദർ സവർക്കറെ അവസരത്തിലും അനവസരത്തിലും ഒക്കെ അധിക്ഷേപിക്കുന്ന രാഹുലിന്റെ രാഷ്ട്രീയത്തോടൊപ്പമല്ല എന്ന് പറഞ്ഞ് ആ 9-ൽ 6 പേരും ദേശീയ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പം അതിനെയൊക്കെ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെ പേരിലുമുള്ള രാഷ്ട്രീയ മാറ്റമായി, അല്ലെ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെ കാണാതെ അവിടെയൊക്കെ മറ്റു ചില കാരണങ്ങൾ പറയുക വിചിത്രമായ കാരണങ്ങളാണ്. അങ്ങനെ പറയുമ്പം തിരിച്ചും ചിലത് ചോദിക്കേണ്ടി ഉണ്ടാവും. ആ തിരിച്ചു ചോദിക്കലിലാണ് ഞാനിപ്പോൾ മുതിരുന്നത്. ആദ്യത്തെ ചോദ്യം, ഏത് ചെകുത്താൻ്റെയും കൂട്ടുപിടിച്ച് ഇന്ദിരയുടെ ഭരണത്തെ ഞങ്ങൾ താഴെ ഇറക്കും എന്ന് പ്രഖ്യാപിച്ച ഏലംകുളത്ത് മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 67 ഇലക്ഷന് ശേഷം ഈ പറഞ്ഞ പ്രഖ്യാപനവുമായി ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച ശേഷം പിളർന്ന കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് പിന്തുണ കൊടുത്തപ്പം എത്ര കോടികൾ പ്രതിഫലം വാങ്ങിയിട്ടാണ് AK ഗോപാലൻ ഉൾപ്പെടെയുള്ളവര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോകസഭാംഗങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കൈപൊക്കിയതിന് എത്ര കോടികളാണ് കിട്ടിയതെന്ന് ഒരു മറുപടി പറയണം. പോരാ, ഓരോ സന്ദർഭങ്ങളിലും കേരളത്തിൽ തന്നെ ലോനപ്പൻ തമ്പാടനെയും TK ഹംസയും പലപ്പോഴും കേരള കോൺഗ്രസുകളെയും അതുപോലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെയും ആന്റണി വിഭാഗത്തെ തങ്ങളുടെ പക്ഷം കൊണ്ടുവന്ന് സർക്കാരുകൾ രൂപീകരിച്ച കാലത്ത് ഇടതുവർഗീയ മുന്നണി അവർക്ക് എത്രയാണ് പണം കൊടുത്തതെന്ന് പ്രഖ്യാപിക്കണം. കഴിഞ്ഞിട്ടില്ല. വീണ്ടും 2004 ഇലക്ഷൻ, ആ പൊതു തെരഞ്ഞെടുപ്പിന് നമുക്കറിയാം അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള സോണിയയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും ചൈനയുടെ പിന്തുണയുള്ള മാർക്സിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനവും അല്ലെങ്കിൽ പാകിസ്ഥാന്റെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും പിന്തുണയുള്ള മറ്റു പല രാഷ്ട്രീയ കക്ഷികളും മുലായം സിംഗിൻ്റെ ഉൾപ്പെടെ ഒവൈസിയുടെ ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടിയുടെ ഉൾപ്പെടെ ഉള്ള പ്രസ്ഥാനങ്ങളും മത്സരിക്കുമ്പം അവരാരും
UPA മുന്നണിയായിട്ടല്ല മത്സരിച്ചത്. എന്നിട്ടും അതായത് കേരളത്തിലുൾപ്പെടെ സോണിയയുടെ സർക്കാരിന്, സോണിയയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിർത്ത് മത്സരിച്ച ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും ലോകസഭാംഗങ്ങൾ കൂട്ടം കൂടി ഡോക്ടർ മൻമോഹൻ സിംഗിന് സർക്കാരിന് പിന്തുണ കൊടുത്തപ്പം എത്ര കോടികൾ കിട്ടിയായിരുന്നു? അതും കോടികളുടെ കച്ചവടമായിരുന്നുവോ? കഴിയുന്നില്ല. വീണ്ടും എന്തിൻ്റെ പേരിലാണെങ്കിലും ചൈനയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു അഗ്രിമെന്റിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും സോണിയയുടെയും സർക്കാർ അമേരിക്കയുമായിട്ട് ഏർപ്പെട്ടപ്പം ആ ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചപ്പം എത്ര കോടികളാണ് സഖാക്കളെ മാർക്സിസ്റ്റുകൾക്ക് കിട്ടിയത്? അപ്പം നിങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും കാലങ്ങളിലും അപ്പോൾ നമുക്കറിയാം DMKയുമായി ചേർന്നു എന്ന് അന്ന് ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായിരുന്ന DMKയിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് തമിഴ്നാട്ടിൽ DMKയുടെ അലയൻസ് ഉണ്ടായിരുന്നത്. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, ആ ഇലക്ഷനിലും DMKയുടെ മുന്നണിയിൽ നിന്ന് മത്സരിച്ചിട്ട് പിന്നീട് ഇപ്പം അവിടെ പുതിയ മന്ത്രിസഭ DMK പരാജയപ്പെട്ടതിന് ശേഷം വന്ന ആ മന്ത്രിസഭ വന്നപ്പം അവിടെ വിജയിയുടെ മന്ത്രിസഭയിലേക്ക് ചേരുന്നതിന് മാർക്സിസ്റ്റുകൾക്ക് എത്ര കോടിയാണ് കിട്ടിയത്? CPM MLA-മാർക്ക് എത്ര കോടിയാണ് കിട്ടിയത്? അതുപോലെ അങ്ങോട്ട് പോയ കോൺഗ്രസിൻ്റെ MLA-മാർക്ക് അതിൻ്റെ പേരിലാണല്ലോ DMK ഇപ്പം സലാം പറഞ്ഞ് പിരിയുന്നത്. എത്ര കോടികളാണ് കിട്ടിയത്? ഈ കണക്കൊക്കെ പറഞ്ഞിട്ട് പോരെ? ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യത്തിനുടെയും നിലനിൽപ്പാണ് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ വകതിരിവുണ്ടാവുന്ന ലോകസഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും ഭരണപക്ഷത്തേക്ക് മാറുമ്പം ബുദ്ധിമുട്ട് പറയുന്നു. അതിന് മറ്റു പല കാരണങ്ങളും പറയുന്നവര് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.